ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഞാൻ എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഡേ തുടങ്ങുന്നത് ഈ ടേബിളിൽ നിന്നാണ് കേട്ടോ. പിന്നെ ഞാൻ പതുക്കെ പ്രകൃതിയിലേക്ക് ഇറങ്ങും. എത്രത്തോളം നേരം വെളുത്തെന്നൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇരുന്നാണ് കേട്ടോ ഞാൻ വായിക്കാറ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണിത് ഇദ്ദേഹം. ആദ്യം 100-ൻ്റേതായിരുന്നു, ഇപ്പോൾ 50-ൻ്റേതിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ വായിച്ചിട്ട് വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ജോലികളിലേക്ക് കിടക്കും. ആദ്യം തന്നെ ഞാൻ നോക്കുന്നത് ഒരു ചായ കുടിക്കാനാണ്. അത് ഒഴിവാക്കാനായിട്ട് പറ്റിയിട്ടില്ല. ചായ ഇത് ശരിക്കും ഒരു ഡ്രിങ്ക് മാത്രമല്ല, ഇതൊരു വികാരമാണ്. സന്തോഷം വന്നാൽ ചായ, മഴ പെയ്താൽ ചായ, കൂട്ടുകാരോടൊത്താൽ ചായ, അങ്ങനെ എന്തിനും ഏതിനും ചായ വേണം. എനിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ തലവേദന വരെ എടുക്കും. അതുകൊണ്ട് ചായ ഒഴിവാക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ അളവ് കുറച്ച് വന്നിട്ടുണ്ട്. പിന്നെ ചായ കുടിക്കുന്ന സമയത്ത് പുറത്തൊക്കെ ഇതുപോലെ നടക്കും. അപ്പോൾ കുറച്ച് പച്ചമുളക്, കറിവേപ്പില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറിച്ചെടുത്തിട്ടാണ് അകത്തേക്ക് പോകാറ്. ഇത് പുതുതായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ആൾക്കാരാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ആയിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ബ്ലൂബെറി, ചെറി, സ്ട്രോബെറി അങ്ങനെ കുറച്ച് വിദേശികളും കൂടിയുണ്ട് ഈ കൂട്ടത്തിൽ. എല്ലാവരുടെയും സുഖവിവരമൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ രാവിലെ കുറച്ച് സമയം പുറത്തുണ്ടായിരിക്കും. ഈ സമയത്താണ് എൻ്റെ തലയിൽ വലിയ വലിയ ചിന്തകളൊക്കെ കടന്നുകൂടാറ്, പ്രത്യേകിച്ച് ജോലിയെക്കുറിച്ചിട്ട്. PSCയിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രൈവറ്റിലെ ജോലി നഷ്ടപ്പെടുത്തിയതാണ്. ഇടയ്ക്ക് കോൺട്രാക്ട് ബേസിൽ കിട്ടിയ ജോലിയും വിട്ടുകളഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു ടെൻഷനുണ്ട്. ആഗ്രഹിച്ച ജോലി കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. ക്യാമറ കണ്ട ഉടനെ അകത്തേക്ക് പോകുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. രാവിലത്തെ പല്ല് തേപ്പും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. ആൾക്കിപ്പോൾ ചെരുപ്പ് ഊരാനൊന്നും എൻ്റെ ഹെൽപ്പൊന്നും വേണ്ട, എല്ലാം തന്നെ ചെയ്തോളും. അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് വേണം ഇന്നത്തെ ബാക്കി പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാൻ. എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഞാനപ്പോൾ അതിനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. അവൾ അപ്പൂപ്പനെ അന്വേഷിച്ച് പോയി. അങ്ങനെ ഇന്ന് രാവിലെ ഇടിയപ്പമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ചിരിക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ. അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെയൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ എത്ര സമയമാണല്ലേ അടുക്കളയിൽ ചിലവഴിക്കേണ്ടത്. എനിക്ക് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും കഴിക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇടാൻ ഞാൻ റെഡിയാണ്. പുതിയ പുതിയ രുചികളൊക്കെ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല റെസിപ്പീസും വീട്ടിലുണ്ടാക്കാറുണ്ട്. ഹസ്ബൻഡിനും അതൊക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പ്രോത്സാഹനമാണ്. ചിലതൊക്കെ ഫെയിലായി പോകാറുണ്ട്, എന്നാലും ഭൂരിഭാഗവും വിജയിക്കാറാണ് പതിവ്. ഇന്ന് ഉച്ചയ്ക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാനാണ് പ്ലാൻ. എല്ലാവർക്കും പൊതിച്ചോറ് വേണം. അപ്പോൾ ഇനി അതിനുള്ള ശ്രമമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്ത ലഞ്ചിനുള്ള പ്രിപ്പറേഷനിലേക്ക് പോകുന്നത്. വറുത്തരച്ചിട്ടുള്ള ചമ്മന്തി വെക്കാനായിട്ട് അച്ഛനാണ് പഠിപ്പിച്ചത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള മുളകാണ് കേട്ടോ ഈ വറുത്തെടുത്ത് വെക്കുന്നത്. വറുത്തരച്ച് തേങ്ങാ ചമ്മന്തിയും നാരങ്ങ അച്ചാറും ഒരു മുട്ട വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പൊതിച്ചോറ് എനിക്കൊരു സ്വർഗ്ഗമാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതൊക്കെ കാണും. വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. എത്രയൊക്കെ വൃത്തിയാക്കി ഇട്ടാലും കുഞ്ഞിൻ്റെ ടോയ്സ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ എല്ലാ റൂമിലും കാണാൻ പറ്റും. അതും തറയിൽ വലിച്ചു വാരിയാണ് അവളിടാറ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊക്കെ മാറുമായിരിക്കും. ഇന്ന് എന്തായാലും ഹസ്ബൻഡ് ജോലിക്ക് പോയപ്പോൾ കരച്ചിലൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ മോൾ ഇവിടെ കിടന്ന് കരഞ്ഞ് പൊളിക്കും. ഹസ്ബൻഡ് ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ അവൾക്കും പോകണം. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അത് പതിയെ മാറി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ മൽബറിയിലേക്ക് ഒന്ന് നോക്കിയതാണ് കേട്ടോ. മൽബറിയുടെ ഈ ഒരു ഭാഗം കണ്ടോ, പുഴു കടിച്ച പോലെ. അത് ശരിക്കും എൻ്റെ മോള് കടിച്ചു തിന്നതാണ് കേട്ടോ. അവൾ ഇടയ്ക്കിടയ്ക്ക് ഈ മൽബറിയുടെ ഇലയൊക്കെ കടിക്കാറുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര കയ്പ്പാണ്. ചവച്ച് തുപ്പുന്നതും കാണാം. പക്ഷേ എപ്പോഴും വന്ന് കടിച്ച് തിന്നാൻ നോക്കും. ഈ നിൽക്കുന്നതൊക്കെ ചാമ്പയും ലിച്ചിയും ബ്ലൂബെറിയാണ് കേട്ടോ. കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെടിയൊക്കെ വാടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഷെയ്ഡിലേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് നല്ല മഴയാണെന്ന് തോന്നുന്നു. പുറത്തേക്ക് പോകാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. എത്ര വെയിലുള്ള ദിവസമാണെങ്കിലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ. ആ വെയിലിൻ്റെ ചൂട് അറിയത്തേ ഇല്ല. നല്ല മഴ വരുന്നുണ്ട്. ദൂരെ പെയ്തു തുടങ്ങി. ഇപ്പം തന്നെ ഇവിടെ പെയ്യും. ഇവിടെ നിന്നാൽ ഇങ്ങനത്തെ കുറച്ച് വ്യൂസും കൂടി കാണാൻ പറ്റും. അപ്പോഴത്തേക്ക് അച്ഛൻ ചക്ക മുറിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ചക്ക കിട്ടി. നല്ല വരിക്കച്ചക്കയാണ്, പഴുത്തതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രസന്നൻ ചേട്ടൻ കൊണ്ടു തരുന്നതാണ്. പ്രസന്നൻ ചേട്ടൻ എന്ന് പറയുന്നത് ഷാൻജോയുടെ ഫ്രണ്ടാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവരൊരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ പ്രസന്നൻ ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ചേട്ടൻ്റെ വീട്ടിൽ ഒരുപാട് പ്ലാവൊക്കെ ഉണ്ട്. അപ്പോൾ ചക്ക ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട് കേട്ടോ. പച്ചച്ചക്കയും കൊണ്ടുവരാറുണ്ട്, പഴുത്തതും കൊണ്ടുവരാറുണ്ട്. വൈകുന്നേരമായിട്ടും മഴ തോർന്നിട്ടില്ല, അത്രയ്ക്ക് മഴയായിരുന്നു ഇവിടെ.
അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇനി പുറത്ത് പോകാനൊന്നും പറ്റത്തില്ല. ഇനി നാളെ നോക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. ചക്ക കിട്ടിയതുകൊണ്ട് പൊതിച്ചോറിൻ്റെ കാര്യം അങ്ങ് വിട്ടുപോയി. ഒരു 3 മണി കഴിഞ്ഞപ്പോഴാണ് പൊതിച്ചോറിൻ്റെ കാര്യം ഓർക്കുന്നത്. അങ്ങനെ മഴയൊക്കെ തോർന്നപ്പോഴത്തേക്ക് ഷാനു വന്നു. അപ്പം ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങി. ഇവിടെ പൂജപ്പുര റൗണ്ടിലും പിന്നെ ഇവിടെ സരസ്വതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഗ്രൗണ്ടിലൊക്കെയാണ് ഞങ്ങൾ നടക്കാൻ വരാറ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചായയുടെ ടൈമായി. ആ സമയത്ത് ഷാനു കൊണ്ടുവന്നതാണ്. ഒരു ദിൽക്കുഷായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ മുള്ളില്ലാത്ത യൂഫോർബിയ ഉണ്ട് കേട്ടോ. ഇതിനെ കുറച്ച് പ്രൂണിങ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം നാളായി. അപ്പോൾ ഇന്ന് അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. പുതിയ പുതിയ ചട്ടിയിൽ, ചെറിയ ചട്ടികളിലായിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ അതെല്ലാം ചെയ്തു. അപ്പോൾ നല്ല മഴയും കൂടി ഉള്ളത് കൊണ്ട് അങ്ങ് കിളിച്ചോളുമല്ലോ. പിന്നെ എനിക്ക് തുണിയൊക്കെ മടക്കി വെക്കാനായിട്ട് ഒരാളും കൂടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ മോൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മടക്കി വെച്ച് കൊടുക്കും, അവളിങ്ങനെ അടുക്കി അടുക്കി വെക്കും അത്. അങ്ങനെ ആ ജോലിയും പെട്ടെന്ന് ഞാൻ കഴിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലിയിൽ കുട്ടികളെ കൂടി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ മൊബൈലിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും യൂസൊക്കെ നന്നായിട്ടൊക്കെ കുറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ അവളെക്കൊണ്ട് ഞാൻ ചെയ്യിക്കാറുണ്ട് കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇതുപോലെ വിളക്ക് കത്തിക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് പറ്റാറില്ല. ചിലർക്ക് ഞാൻ വിളക്ക് കത്തിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഇതിന് ഷാൻജോ സമ്മതിക്കുമോ എന്ന്. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് ക്രിസ്ത്യൻ ആണെങ്കിലും ഇങ്ങനെ ഇതിനൊരു തടസ്സം പറയുമോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസങ്ങളെ പരസ്പരം ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിലൊരു കൺഫ്യൂഷനൊന്നും ഞങ്ങൾക്കിടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈശ്വരൻ അനുഗ്രഹിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ഡിന്നറിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഡിന്നറിന് ഇവിടെ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയോ അപ്പമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ചോറ് അങ്ങനെ അധികം കഴിക്കാറില്ല. ഉച്ചയ്ക്ക് മാത്രമാണ് ചോറ് കഴിക്കാറ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് വളരെ ചെറിയ അളവിൽ ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ രാത്രിയിൽ ഇതുപോലെ കുറച്ച് സമയം ആൾ കിടന്ന് ഓട്ടവും കളിയും ഒക്കെയാണ്. ഇങ്ങനെ കുറച്ച് കിടന്ന് ഓടി ക്ഷീണിച്ച് ഉറക്കം വരുമ്പോഴാണ് കേട്ടോ അവൾ ഉറങ്ങാൻ വരാറ്. അതുവരെ ഇങ്ങനെ കറങ്ങി നടക്കും. പിന്നെ നാളത്തേക്കുള്ള അപ്പമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു നോർമൽ ഡേയിലെ വിശേഷങ്ങൾ. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.